Meet the Editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ അശോക് ചവാൻ പാർട്ടി വിട്ടു. ബിജെപിയിൽ ചേരും എന്നാണ് സൂചന. സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്ക് ഒറ്റവരി രാജിക്കത്ത് കൈമാറിയ ചവാൻ MLA സ്ഥാനവും രാജിവെച്ചിരിക്കുകയാണ്. വർഷങ്ങളോളം കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് അശോക് ചവാൻ പ്രതികരിച്ചു. മിലിന്ദ് ദിയോറ, ബാബ സിദ്ദിഖി, ഇപ്പോൾ അശോക് ചവാൻ. മഹാരാഷ്ട്രയിൽ നിന്ന് അടുത്തിടെ കോൺഗ്രസ് വിടുന്ന മുതിർന്ന മൂന്നാമത്തെ നേതാവാണ് അശോക് ചവാൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. മുതിർന്ന നേതാക്കളാണ് പാർട്ടി വിട്ട് BJPയിലേക്ക് ചൂടുമാറുന്നതിൽ ഭൂരിഭാഗവും. പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കമാണ് അശോക് ചവാൻ രാജിയിൽ കലാശിച്ചത്. സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയ്ക്ക് ചവാൻ ഒറ്റവരി രാജിക്കത്ത് കൈമാറി. വർഷങ്ങളോളം കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു എന്ന് അശോക് ചവാൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രി പദത്തിന് പുറമെ മഹാരാഷ്ട്ര മുൻ PCC അധ്യക്ഷൻ, പാർലമെന്റ് അംഗം തുടങ്ങിയ നിലകളിലും അശോക് ചവാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടി അർഹിക്കുന്നതിൽ കൂടുതൽ നൽകിയിട്ടുള്ളവർ വിട്ടുപോകുന്നത് വേദനാജനകം എന്ന് ജെ.ആർ. രമേശ് പ്രതികരിച്ചു. കോൺഗ്രസ് അസംതൃപ്തരുടെ ഒരു കൂട്ടമാണ്. കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ BJPയുമായി ചർച്ചയിലാണ് എന്ന് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി. അശോക് ചവാൻ BJPയിലേക്ക് മാറുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. രാജ്യസഭാ സീറ്റ് ചവാന് നൽകും എന്നാണ് വിവരം. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായയാത്ര മാർച്ച് അവസാനം മുംബൈയിൽ സമാപിക്കാൻ മുഖ്യമന്ത്രി തന്നെ BJP അടർത്തിയെടുത്തത്. റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി. കോൺഗ്രസിൽ കൂടുമാറ്റമോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ തുടർച്ചയായി പല നേതാക്കളുടെയും പ്രധാനപ്പെട്ട നേതാക്കളുടെയും പേരുകൾ വരികയാണ്. അതെ, മുന്നണിയിൽ നിന്ന് പോകുന്നു, ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പോകുന്നു. ഇപ്പോൾ അശോക് ചവാൻ്റെ വിഷയത്തിൽ, അശോക് ചവാൻ്റെ കാര്യത്തിൽ ജയറാം രമേശ് പറഞ്ഞ ഒരു കമൻറ്റ് വളരെ പ്രധാനമാണ്. ചിലതെല്ലാം ഭയക്കാനുള്ളവർ ഇനിയും പാർട്ടി വിടും എന്നാണ് ജയറാം രമേശിൻ്റെ പ്രതികരണം വന്നത്. അപ്പോൾ അശോക് ചവാനെ സംബന്ധിച്ച്, അശോക് ചവാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വരെ ആയ ഒരു നേതാവാണ്. SB ചവാൻ്റെ മകനാണ്. ലോക്സഭാംഗമായിരുന്നു. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന മന്ത്രിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. PCC അധ്യക്ഷനായിരുന്നു. അപ്പം ഇതിനപ്പുറം ഒരു പാർട്ടിയിൽ നിന്ന് എന്താണ് ഒരു പ്രവർത്തകന് ലഭിക്കാനുള്ളത്? പാർത്തത്തിലൊക്കെ കോൺഗ്രസിൽ നിന്ന് എല്ലാ സ്ഥാനമാനങ്ങളും കിട്ടിയിട്ടുള്ളൊരു നേതാവാണ് അശോക് ചവാൻ. പിന്നെ എന്തുകൊണ്ടാണ് അശോക് ചവാൻ ഇങ്ങനൊരു തീരുമാനമെടുക്കുന്നത്? നോക്കൂ, 1999 കാർഗിൽ യുദ്ധമുണ്ടായപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച സൈനികരുടെ വിധവകൾക്ക് ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ആ ഫ്ലാറ്റിന് ആദർശ് ഫ്ലാറ്റ് എന്നാണ് പേരിട്ടത്. അപ്പോൾ ആ ഫ്ലാറ്റ് നിർമ്മിച്ച് അത് കൈമാറ്റം ചെയ്യുക. ആ സമയത്ത് അശോക് ചവാനാണ് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വളരെ സുപ്രധാനമായൊരു വകുപ്പാണ് അർബൻ ഡെവലപ്മെൻറ്റ് വകുപ്പ് കൂടിയാണ്. അപ്പോൾ ഈ ആദർശ് ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് വലിയൊരു സ്കാം രൂപപ്പെട്ടത് ആദ്യം അത് 6 നിലകളുള്ളൊരു സമുച്ചയമായിട്ടാണ് തീരുമാനിച്ചിരുന്നത്. അത് തെക്കൻ മുംബൈയിലെ കൊളാബയിലാണ് ഈ പറയുന്ന പ്രോപ്പർട്ടി ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ അത്രയും വളരെ പ്രൈമായൊരു സ്ഥലത്താണ്. പക്ഷേ അത് പണിത് തീർന്നു വന്നപ്പോൾ 30 നിലയായി. എന്ന് മാത്രമല്ല, ഈ വിധവമാർക്ക് മാത്രമല്ല, അവിടുത്തെ ബ്യൂറോക്രാറ്റുകൾക്ക്, അതുപോലെ തന്നെ ഡിഫൻസ് ഉദ്യോഗസ്ഥർക്ക്, പിന്നെ മുനിസിപ്പാലിറ്റി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക്, രാഷ്ട്രീയക്കാർക്ക്, ഇവർക്കൊക്കെ അവിടെ ഫ്ലാറ്റുകളുണ്ടായി. അതൊരു വലിയ കുംഭകോണമായി മാറുകയും അതേ സംബന്ധിച്ച് CBIയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുകയും ചെയ്തു. ആ അന്വേഷണത്തിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആളാണ് അശോക് ചവാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി തേടിയപ്പോൾ അന്ന് അവിടുത്തെ മഹാരാഷ്ട്ര ഗവർണർ മലയാളിയായ ശങ്കരനാരായണനായിരുന്നു, K. ശങ്കരനാരായണനായിരുന്നു. അദ്ദേഹം അന്ന് അതിന് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ പിന്നീടൊരു ജുഡീഷ്യൽ കമ്മീഷൻ വന്നു. അപ്പോൾ ഈ കേസ് ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇതൊരു വലിയ കേസാണ്. ഈ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ച ജവാന്മാരുടെ വിധവകൾക്കു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ചൊരു പദ്ധതിയിൽ വലിയ തട്ടിപ്പ് നടത്തിയിട്ട് അതിൽ പല ഫ്ലാറ്റുകളും സ്വന്തമാക്കുക മാത്രമല്ല, ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അവിടെ ഫ്ലാറ്റുകൾ നേടാനുള്ള ഒത്താശയും ചെയ്തു കൊടുത്തു. ഇതാണ് അലിഗേഷൻ അശോക് ചവാന് നേരിട്ടുള്ള. ആ അലിഗേഷൻ നിലനിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ പാർട്ടി വിട്ട് BJPയിലേക്ക് മാറുന്നു എന്ന് പറയുന്നത്. ഒട്ടും തന്നെ അത്ഭുതകരമായിട്ടുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഇത്തരത്തിലുള്ള സ്കാമുകളിൽ പെട്ടിട്ടുള്ള നേതാക്കളെ ED ഉപയോഗിച്ച്, മറ്റ് അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് BJPയുടെ ഫോൾഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അശോക് ചവാൻ എന്ന് പറയുന്നത് വളരെ സ്വാധീനമുള്ളൊരു മറാത്തി നേതാവാണ്. അക്കാര്യത്തിലൊന്നും സംശയമില്ല. കോൺഗ്രസ്സിന് അശോക് ചവാൻ പോകുമ്പോൾ ഒരു നഷ്ടവും ഉണ്ടാകും. കാരണം അശോക് ചവാന് സ്വാധീനമുള്ള പ്രദേശങ്ങൾ മഹാരാഷ്ട്രയിലുണ്ട്.
ഇത് തന്നെയാണല്ലോ നമ്മൾ അജിത് പവാറിൻ്റെ കാര്യത്തിലും കണ്ടത്. അജിത് പവാറിനെ എങ്ങനെയാണ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത്? ഈ പറയുന്ന വലിയ ഇറിഗേഷൻ സ്കാമിൻ്റെ ഭാഗമായിട്ടാണ്. 1000 കോടിയുടെ മേളിലുള്ള ഇറിഗേഷൻ സ്കാമിൽ അന്വേഷണം നേരിട്ട ആളാണ് അജിത് പവാർ. ആ അജിത് പവാർ ഒരു സുപ്രഭാതത്തിൽ പിന്നെ NCP പിളർത്തി അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് തുടർച്ചയായി സംഭവിക്കുന്നത്. ഏതാണ്ട് 2014 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയെത്ര കോൺഗ്രസ് നേതാക്കളാണ് BJPയുടെ കൂടാരത്തിലേക്ക് പോയത്. നോക്കൂ, ഉത്തർപ്രദേശിൻ്റെ കോൺഗ്രസ് കമ്മിറ്റി, സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷയായിരുന്ന റീത്ത ബഹുഗുണ. ഒന്ന് ആലോചിച്ച് നോക്കണം, UP പോലൊരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ റീത്ത ബഹുഗുണ ആദ്യം തന്നെ BJPയിലേക്ക് പോയി. ജ്യോതിരാദിത്യ സിന്ധ്യ, എത്രയോ കാലത്തെ പാരമ്പര്യമുണ്ട് സിന്ധ്യ ഫാമിലിക്ക്. മാധവറാവു സിന്ധ്യയുടെ ഫാമിലിയാണ്. അവിടുന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ നേരെ ചുവടുമാറുന്നു, ഒരു സംസ്ഥാന സർക്കാരിനെ താഴെ ഇട്ടു. എന്നിട്ടാണ് ജ്യോതിരാദിത്യ സിന്ധ്യ BJPയുടെ കൂടാരത്തിലേക്ക് പോകുന്നത്. അതേപോലെ പലരും, ഇപ്പോൾ ജിതേന്ദ്ര പ്രസാദ് എന്ന് പറയുന്ന ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ജിതേന്ദ്ര പ്രസാദ്, അതായത് ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നത് ജിതേന്ദ്ര പ്രസാദ്. പിന്നീട് സോണിയാഗാന്ധിക്കെതിരെ വലിയ പഠനം നയിച്ചിട്ടുണ്ട് പാർട്ടിക്കകത്ത് ജിതേന്ദ്ര പ്രസാദയുടെ മകൻ ജിതിൻ പ്രസാദ്. ആ ജിതേന്ദ്ര പ്രസാദിയുടെ മകൻ ജിതിൻ പ്രസാദ് BJPയിലേക്ക് വന്നു. ഞാൻ പറയുന്നത് കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാക്കളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹാർദിക് പട്ടേൽ പിന്നെ ഗുജറാത്തിൽ ഏറ്റവും വലിയ പിന്നോക്കക്കാർക്ക് വേണ്ടി സമരം നയിച്ച് കോൺഗ്രസിലേക്ക് വന്ന നേതാവാണ്. ഒരു സുപ്രഭാതത്തിൽ BJPയിലേക്ക് മാറുന്നു. നമ്മുടെ അനിൽ ആൻ്റണി കേരളത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് BJPയിലേക്ക് മാറുന്നു. ഇപ്പോൾ 2014 മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പല രീതിയിലുള്ള ഒഴുക്കുകൾ, അതും പാരമ്പര്യമുള്ള നേതാക്കൾ, കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാക്കൾ. ഇന്നലെ കോൺഗ്രസിലേക്ക് വന്നിട്ട് ഇന്ന് രാവിലെ BJPയിലേക്ക് കൂടുമാറുന്ന നേതാക്കളല്ല ഞാൻ ഈ പറഞ്ഞ ആരും തന്നെ, ഹാർദിക് പട്ടേൽ ഒഴിച്ച് ബാക്കി എല്ലാ നേതാക്കളും ഈ രീതിയിലാണ്. C രാജഗോപാലാചാര്യയുടെ കൊച്ചുമകൻ പിന്നെ കഴിഞ്ഞ വർഷം കോൺഗ്രസിലേക്ക് ചേർന്നു. ഒരു പ്രതിഭാസമായിട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അത് മാത്രമല്ല, BJP ഒരു കമ്മിറ്റി ഫോം ചെയ്തിരിക്കുകയാണ്, ഒരു പ്രത്യേക കമ്മിറ്റി ഫോം ചെയ്തിരിക്കുകയാണ്. അത് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ഒരു പാർട്ടി ഒരു കമ്മിറ്റി ഫോം ചെയ്തിരിക്കുകയാണ്. മറ്റു പാർട്ടികളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ആളുകളെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ അതിനകത്തൊരു റിസ്ക് ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ BJPയുടെ ഇപ്പോഴത്തെ ഒരു പകിട്ടിൽ വന്നിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് പോകുമോ എന്നുള്ളതെല്ലാം പരിശോധിച്ച് വേണം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനൊരു നിർദ്ദേശം കൂടി ആ കമ്മിറ്റിക്കുണ്ട്. ആ കമ്മിറ്റി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച യോഗം ചേരുകയും ചെയ്തു. അപ്പോൾ ആ രീതിയിൽ BJPക്ക് ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിലേക്ക് പോകുന്ന അവസാനത്തെ ആളാണ് അശോക് ചവാൻ. ഇനി നമ്മൾ ഞെട്ടാൻ പോകുന്നത് കമൽനാഥിൻ്റെ കാര്യത്തിലാണ്. കമൽനാഥ് എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് വളരെ പ്രധാനമാണ്. കമൽനാഥും ഇതുപോലെയാണ്. 9 തവണ ലോക്സഭാംഗമായിരുന്ന ആളാണ് കമൽനാഥ്. 2 തവണ UPA മിനിസ്ട്രിയിൽ 2 തവണ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തു. അത് ഈ പറയുന്ന നഗരവികസനം മുതൽ കൊമേഴ്സ് വരെയുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഈ തെക്കേ ഇന്ത്യയിൽ YS രാജശേഖർ റെഡ്ഡി ആയിരുന്നു പിന്നെ കോൺഗ്രസിൻ്റെ ഫണ്ട് കളക്ടറെങ്കിൽ വടക്കേ ഇന്ത്യയിൽ കമൽനാഥ് ആയിരുന്നു ഫണ്ട് കളക്ടർ. ആ രീതിയിൽ വളരെ പൊട്ടൻഷ്യലുള്ള വളരെ പ്രധാനപ്പെട്ട റോളിൽ ACC ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ആ രീതിയിൽ മാത്രമല്ല, മധ്യപ്രദേശിലേക്ക് വരുമ്പോൾ മധ്യപ്രദേശിൻ്റെ ചുമതല മൊത്തം കൊടുത്തുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. 15 മാസം മുഖ്യമന്ത്രിയുമായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. ആ അർത്ഥത്തിലെല്ലാം എല്ലാ പദവികളും ലഭിച്ചിട്ടുള്ള ആയുഷ്കാലം ഏതാണ്ട് ഈ പിന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് മുതൽ വലിയ 80 മുതൽ എം പിയാണ്. ആ രീതിയിൽ വലിയ സൗകര്യങ്ങളിൽ ജീവിച്ചിട്ടുള്ള ഒരാളാണ് കമൽനാഥ്. രാജ്യസഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിലേക്ക് പോകുമെന്ന ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ നമ്മളെ കാത്തിരിക്കുന്നൊരു വാർത്ത കൂടി അതാകാം. ഇതൊരു പ്രതിഭാസമാണ്. ഇത് അധികാരം തുടർച്ചയായി BJP നിലനിർത്തുകയും ഇനിയും അവർ തന്നെ അധികാരത്തിൽ തുടരാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവുകയും ചെയ്ത സ്ഥിതിക്ക് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്ന് പോകാനുള്ള സാധ്യത എന്നെ ഒട്ടും തന്നെ ഞെട്ടിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ കർണാടകത്തിൽ നമ്മളൊരു രസകരമായ ഉദാഹരണം കണ്ടു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു സംഭവിച്ചത്? കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം ഉപമുഖ്യമന്ത്രി അടക്കമാണ്, കർണാടകയിലെ ഉപമുഖ്യമന്ത്രി അടക്കമാണ് ഈ പറയുന്ന കോൺഗ്രസിലേക്ക് മാറിയത്. അവിടെ എത്ര MLA-മാർ BJPയുടെ മാറി, കോൺഗ്രസ് ഉപമുഖ്യമന്ത്രിമാർ വരെ പിന്നെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആയാറാം ഗയാറാം എന്നൊരു പ്രതിഭാസമുണ്ട്. പക്ഷേ കൺസിസ്റ്റൻ്റായി നമ്മൾ കാണുന്നത് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം കോൺഗ്രസിൽ നിന്ന് വലിയ ഒഴുക്കാണ് സംഭവിക്കുന്നത്. ആ പാർട്ടി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്തകൾ ഈ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഈ 2 മാസത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം കോൺഗ്രസിൽ നിന്ന്. ഇപ്പോൾ കോൺഗ്രസിൽ കൂടിമാറ്റം എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കോൺഗ്രസിൽ കൂടുമാറ്റം തന്നെയാണ് എനിക്കും അഭിപ്രായമുള്ളത്. നമ്മളിപ്പോൾ ഏറ്റവും അവസാനം കേട്ട പേര് അശോക് ചവാൻ്റെ, വിദ്യാർത്ഥികാലം മുതൽക്ക് ഉള്ള കോൺഗ്രസ്സുകാരൻ, സംസ്ഥാന കോൺഗ്രസിൻ്റെ മറാഠ മുഖമാണ്. 2008 മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിനും തുടർ വിവാദങ്ങൾക്കും ശേഷം വിലാസ് റാവു ദേശ്മുഖ് സ്ഥാനം ഒഴിഞ്ഞപ്പോൾ കോൺഗ്രസ് നിശ്ചയിച്ചത് അദ്ദേഹത്തിൻ്റെ പേരാണ്. അങ്ങനെയാണ് അശോക് ചവാൻ മുഖ്യമന്ത്രിയാകുന്നത്. പിന്നീട് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ആദർശ് ഹൗസിംഗ് കോളനി ഫ്ളാറ്റ് അഴിമതി ആരോപണം, അത് മലയാളിയായ ജോസി ജോസഫാണ് അഴിമതി ആരോപണം പുറത്തു കൊണ്ടുവന്നത്. അതെ, അതിനുശേഷമാണ് അദ്ദേഹത്തിന് ആ മുഖ്യമന്ത്രി സ്ഥാനം തെറിച്ചത്.
അപ്പോഴും അദ്ദേഹം മറ്റു പാർട്ടിയിലേക്ക് BJP-യിലേക്ക് പോകാനൊന്നും ആലോചിച്ചിരുന്നില്ല. മഹാരാഷ്ട്ര നിയമസഭയിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി തുടർന്നു, MP ആയി തുടർന്നു. അപ്പോൾ ആ സമയത്തൊന്നും BJP-യിലേക്ക് പോകാൻ അദ്ദേഹം തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ അടുത്ത പേര് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്താണ്, മിലിന്ദ് ദേവ്രയുടെ പേരാണല്ലോ. അല്ല, മിലിന്ദ് ദേവ്രയുടെ പേരും അതിനിടയ്ക്ക് വരുന്നത് നേരത്തെ പോയി. അതെ, മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്. UPA സർക്കാരിന്റെ കാലത്ത് പെട്രോളിയം മേഖലയെ നശിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചയാണ് മുരളി ദേവ്ര എന്ന കോൺഗ്രസ് നേതാവ് അല്ലേ. അപ്പോൾ കേന്ദ്രമന്ത്രിസഭയിലെ അംബാനിമാരുടെ പ്രതിനിധി എന്ന പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ മുരളി ദേവ്രയെയും തുടർന്ന് മകൻ മിലിന്ദ് ദേവ്രയെയും സംരക്ഷിച്ച് BJP കൂടുതൽ പദവി കോൺഗ്രസ് തന്നെ ആ സമയത്ത് കൂടുതൽ പദവികൾ നൽകിയിട്ടാണ് അവരെ കൂടെ കൂട്ടി നിർത്തിയിരുന്നത്. അതിനുശേഷം BJP പാളയത്തിലേക്ക് മിലിന്ദ് ദേവ്രയും വരുന്നു. ഇനി അംബാനിമാരുടെ പ്രതിനിധിയായി സുഖമായി BJP-യിൽ തന്നെ അദ്ദേഹത്തിന് തുടരാൻ സാധിക്കും. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ പ്രധാന നേതാവ് മഹാരാഷ്ട്രയിലെ ബാബാ സിദ്ദിഖും ദേവരയ്ക്കൊപ്പം പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഈ തന്ത്രങ്ങൾ BJP മെനയുന്നത് എന്നുള്ളതാണ്. 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങളൊന്നാണ് മഹാരാഷ്ട്ര അല്ലേ. അപ്പോൾ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ട് നേതാക്കളെ ഇങ്ങോട്ട് വലിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമുണ്ട്. ഇത് എന്തുകൊണ്ട് കോൺഗ്രസിൽ സംഭവിക്കുന്നു എന്ന് കൂടി പരിശോധിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇപ്പോൾ പല നേതാക്കളുടെയും പേര് ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, കുറച്ച് കാലമായി ഒഴുകുന്ന നേതാക്കൾ. വിട്ടുപോയൊരു പേര് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന കിരൺ റെഡ്ഡി പോയി. അവിഭക്ത ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു കിരൺ റെഡ്ഡി, കോൺഗ്രസിന്റെ. അദ്ദേഹവും പോയല്ലോ BJP. അപ്പോൾ അതിലൊരു കാരണം കിരൺ റെഡ്ഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് അന്ന് ജഗനെ ഒഴിവാക്കി പകരം കിരൺ റെഡ്ഡിയാണ് മുഖ്യമന്ത്രിയാക്കിയത്. അതെ, ജഗന് അനുഭവ പരിചയമില്ല എന്ന് പറഞ്ഞിട്ടാണ് കിരൺ റെഡ്ഡിയെ മുഖ്യമന്ത്രി. ഫലത്തിൽ അതോട് കോൺഗ്രസ് ഇല്ലാതായി. അതോടുകൂടെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ഇത്രയും കൂടുമാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു നിയതമായ ഒരു ഐഡിയോളജി കോൺഗ്രസിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കുറച്ചുകൂടി അഴിഞ്ഞ സംവിധാനമാണല്ലോ. പാർട്ടിക്ക് അപ്പോഴപ്പോഴുള്ള നേതാക്കളുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ അണികൾ നിൽക്കുന്നത്. അത് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ കമൽനാഥിൻ്റെ നിലപാട് കുറച്ചുകൂടി ഹിന്ദുത്വയോട് അടുത്ത് നിൽക്കുന്ന നേതാവാണ്. അവിടുത്തെ അണികളും ആ രൂപത്തിലായിരിക്കണം. അതുകൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് ആ ഒരു പൊസിഷൻ കിട്ടിയത്. അപ്പോൾ നെഹ്റുവിൻ്റെ കാലത്തെ കോൺഗ്രസ് അല്ല പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ കോൺഗ്രസ്, പിന്നീട് നരസിംഹറാവുവിൻ്റെ കാലത്തെ കോൺഗ്രസ്, പിന്നീട് അത് കഴിഞ്ഞ രാജീവ് ഗാന്ധിയിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ഹിന്ദുത്വയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കോൺഗ്രസിന് അതാത് കാലത്തെ നേതാക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാടുകൾ നിൽക്കുന്നു എന്നുള്ളത് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ BJP-യിലേക്ക് പോകുന്നത് BJP ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയ ഭിക്ഷാന്തഹികളാണ്, പൊസിഷനുമായി ബന്ധപ്പെട്ടാണ്, സ്ഥാനമാനങ്ങൾ ബന്ധപ്പെട്ടാണ് നേതാക്കൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കമൽനാഥിൻ്റെ കാര്യത്തിൽ തന്നെ കേൾക്കുന്നത് രാജ്യസഭാ സീറ്റ്, മകന് സീറ്റ് എന്നടക്കമുള്ള വാഗ്ദാനങ്ങൾ ലഭിക്കുന്നതാണ്, കേന്ദ്രമന്ത്രിസ്ഥാനം. അപ്പോൾ ഇങ്ങനെ ഓരോരോ ഓഫറുകൾ വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്, അല്ലാതെ ഹിന്ദുത്വയോട് അടുത്തുകൊണ്ടല്ല. അപ്പോൾ അതിനോടേക്ക് പോകുന്ന ഘട്ടം വരുമ്പോൾ ഹിന്ദുത്വയോട് അടുത്തുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ രൂപത്തിൽ കൂടുതൽ നേതാക്കൾ പോകാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴുള്ള നേതൃത്വത്തിന് വേണമെങ്കിൽ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നവർ പോകട്ടെ, രാഹുൽ ഗാന്ധി ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പോകുന്നവർ പോകട്ടെ എന്ന് പറയുമ്പോൾ പക്ഷേ പൂർണ്ണമായും ഒഴിഞ്ഞു പോകുന്നൊരു ഘട്ടത്തിലേക്ക് കൂടി പോകുന്നു. നോക്കൂ, ന്യായയാത്ര പകുതി വഴിക്ക് നിർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്, പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. UP-യിൽ ഏറ്റവും കൂടുതൽ യാത്ര നടത്താനിരുന്ന യാത്രയാണ് UP പകുതിയാക്കുന്നുള്ളൂ. അപ്പോൾ അതിനു മുന്നേ യാത്ര അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു അവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. കോൺഗ്രസിൽ കൂടുമാറ്റം തന്നെ അല്ലേ. തീർച്ചയായും. നോക്കൂ, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങളോടൊക്കെ ഞാൻ പൂർണ്ണമായും യോജിക്കുന്നത് കൊണ്ടും അതൊന്നും ആവർത്തിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടും വളരെ ചുരുക്കി തന്നെയാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതൊരു അയാറാം ഗയാറാം രാഷ്ട്രീയത്തിൻ്റെ രാജ്യമാണ്. ഇപ്പോൾ നമ്മളൊക്കെ കോൺഗ്രസിനെ അക്ബർ റോഡിലും BJP-യെ അശോക റോഡിലും കൈകാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഉണ്ണിക്ക് ഓർമ്മയില്ലേ, എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ ബ്രീഫിങ്ങിന് പോകുമ്പോൾ ഈ പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്പോക്സ് പേഴ്സണോടൊപ്പം ഒരാളുണ്ടാവും. അത് ഞാൻ നേരത്തെ സുജിയോട് പറയായിരുന്നു. അതായത് ഇത് അയാറാം കയറാംകാരാണ് യഥാർത്ഥത്തിൽ എല്ലാ പ്രീപോൾ സർവേക്കാരെക്കാളും പ്രീപോൾ അല്ലെങ്കിൽ എക്സിറ്റ് പോളിനേക്കാളും തെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി പ്രവചിക്കാൻ കഴിയുന്ന ആളുകൾ. ഇപ്പോൾ രാംവിലാസ് പാസ്വാനെ കുറിച്ച് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. രാംവിലാസ് പാസ്വാൻ ആരെയാണ് ജയിക്കുക എന്നറിഞ്ഞിട്ടാണ് അദ്ദേഹം മുന്നണി മാറുക. തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി മാറിയിരിക്കും, അല്ലെങ്കിൽ നിൽക്കുന്ന മുന്നണിയാണ് ജയിക്കുക എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ മുന്നണി തന്നെ ജയിക്കുകയും ചെയ്യും. അതാണ് സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് ഈ ആയാറാം കയറാം രാഷ്ട്രീയത്തിലൊന്നും രാഷ്ട്രീയമൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതുമയുള്ളതല്ല. ഇത്തവണത്തേതിനകത്തൊരു പുതുമയുള്ളത്, നേരത്തെ പറഞ്ഞതുപോലെ ഈ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ പോലും ഇത്തവണ ഒരു പുതുമയുള്ളത്, പല താപ്പാനകൾക്കും കോൺഗ്രസ് ഇപ്പോൾ ടിക്കറ്റ് കൊടുക്കാൻ തയ്യാറല്ല. ഇപ്പോൾ സോണിയാഗാന്ധിയെ പോയി കമൽനാഥ് കണ്ടു,
രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ സോണിയാഗാന്ധിക്ക് കമൽനാഥിനോട് വലിയ താല്പര്യമായിരിക്കും. കാരണം കമൽനാഥ് ഇന്ദിരാഗാന്ധിയുടെ മൂന്നാമത്തെ പുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ രാജീവ് ഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെ പോലെ ഇന്ദിരാഗാന്ധി സ്നേഹിച്ച ഒരു പുത്രനായിരുന്നു കമൽനാഥ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് മന്ത്രിസഭ വരുമ്പോൾ കമൽനാഥ് ഒരു മന്ത്രിയാണ്, അതിലൊന്നും ഒരു തർക്കമില്ലല്ലോ. കമൽനാഥ് ഒരു കുർത്തേറ്റിന് വരും, മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. എല്ലാ കോൺഗ്രസ് മന്ത്രിസഭയുടെയും കാലഘട്ടത്തിൽ 1990-കൾ മുതൽ ഇങ്ങോട്ട് എല്ലായിടത്തും കമൽനാഥ് ഉണ്ട് എന്ന് നമുക്ക് കാണാം. പിന്നെ കമൽനാഥ് കോൺഗ്രസ്സിന് കേന്ദ്രത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ PCC പ്രസിഡന്റ്, അല്ലെങ്കിൽ ചിന്ദ്വാരയിൽ നിന്നുള്ള ലോക്സഭാംഗം. ഇനി കമൽനാഥിന് പറ്റുന്നില്ലെങ്കിൽ ചിന്ദ്വാരയിൽ നിന്ന് കമൽനാഥിൻ്റെ മകൻ. ഇതാണല്ലോ രീതി. അപ്പോൾ കമൽനാഥ് എന്ന് പറയുന്ന ആളുടെയൊക്കെ കാര്യത്തിനകത്ത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ദിരാഗാന്ധി കഴിഞ്ഞു, രാജീവ് ഗാന്ധി കഴിഞ്ഞു, സോണിയാഗാന്ധി കഴിഞ്ഞു, ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണ് തലപ്പത്ത്. രാഹുൽ ഗാന്ധി കമൽനാഥിൻ്റെ സീറ്റ്, രാജ്യസഭാ സീറ്റ് കൊടുക്കാൻ തയ്യാറല്ല. കാരണം അവിടെ വേറൊരു പ്രശ്നമുണ്ട്. കമൽനാഥ് എന്ത് ചെയ്തു? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുനിൽ കനഗോലു, കമൽനാഥിൻ്റെ വീട്ടിലായിരുന്നു അവിടെ ക്യാമ്പ് ചെയ്തിരുന്നത്. സുനിൽ കനഗോലുവിനെ അവിടെ നിന്ന് പുറത്താക്കി കളഞ്ഞു. ആ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ രാഹുൽ ഗാന്ധി തന്നെയാണ് നേരിട്ട് AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുർജേവാലയെ വിളിച്ചിട്ട് പറയുന്നത് ഈ സുനിൽ കനഗോലുവിനും ടീമിനും ഒരു സൗകര്യം വേറെ പുറത്ത് ഏർപ്പാടാക്കുക. സുനിൽ കനഗോലുവിന് ഓടിച്ചു കളഞ്ഞു അവിടുന്ന്, മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും. എന്താണെന്നറിയില്ല, അവർക്ക് പറ്റില്ല. അവർക്ക് പറ്റില്ല എന്ന് വെച്ചാൽ ഇപ്പം ഇതൊന്നും റിസർച്ച് ചെയ്തിട്ടല്ലല്ലോ സ്ഥാനാർത്ഥി ഉണ്ടാക്കണ്ടേ. എൻ്റെ ഫുൾ എൻ്റെ മരുമക്കൾ, എൻ്റെ മക്കൾ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിർണ്ണയമാണല്ലോ അവരാഗ്രഹിക്കും. അല്ലെങ്കിൽ എൻ്റെ കയ്യാളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം സീറ്റ് കൊടുത്താൽ അതിൻ്റെയൊക്കെ അനുഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ അതിനുശേഷം രാഹുൽ ഗാന്ധി കമൽനാഥിനോട് സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ സോണിയാഗാന്ധിയെ വന്നിട്ട് കണ്ടിട്ട് അവിടുന്ന് ഒരു സീറ്റാണ് ജയിക്കാൻ കഴിയുക, ആകെ ഒരു സീറ്റ്. അതും എനിക്ക് വേണം. ഇനി ചിന്ദ്വാരയിൽ നിന്ന് മത്സരിക്കുകയാണെങ്കിൽ, ചിന്ദ്വാരയിൽ 2019 എത്രയാണെന്നറിയോ ഭൂരിപക്ഷം? കമൽനാഥിൻ്റെ മകൻ നകുൽനാഥിന് 37,000 വോട്ട്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 37,000 വോട്ടിന് ജയിക്കുക എന്ന് പറയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പൊട്ടും എന്ന കാര്യം യാതൊരു സംശയമില്ലാതെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ അറിയുന്ന ആളാണ് കമൽനാഥ്. ഇനിയിപ്പോൾ ചിന്ദ്വാരയിൽ പുതുതായി മത്സരിപ്പിക്കാൻ സാധ്യതയുള്ളത് ശിവരാജ് സിംഗ് ചൗഹാനെയാണെന്ന് കേൾക്കുന്നു. ശിവരാജ് സിംഗ് ചൗഹാൻ അവിടെ മത്സരിക്കുകയാണ്. 1952 മുതൽ കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് ചിന്ദ്വാര എന്ന് പറയുന്നത്. 97 ഒഴിച്ച്, അതും ബൈ ഇലക്ഷൻ മാത്രമാണ് 97. ആ 97 ഒഴിച്ച് ബാക്കി എല്ലാ പ്രാവശ്യവും കോൺഗ്രസ് ജയിച്ച മണ്ഡലത്തിലാണ് കമൽനാഥിൻ്റെ മകനും ജയിക്കുന്നത്. ഓട്ടെ, അതൊന്നുമല്ല വിഷയം ഇപ്പോൾ. അപ്പോൾ ചിന്ദ്വാരയിൽ ഇനി ഒരിക്കൽ കൂടി ജയിക്കില്ല എന്നറിയാം. ഈ മകൻ പോലും ജയിക്കാനുള്ള സാധ്യതയില്ല, BJP ടിക്കറ്റിലല്ല മത്സരിക്കുന്നതെങ്കിൽ. അപ്പോൾ BJP ടിക്കറ്റിൽ മത്സരിച്ചാൽ ഇപ്പോൾ കമൽനാഥിന് രാജ്യസഭ കിട്ടും. അങ്ങനെയാണെങ്കിൽ മകൻ നകുൽനാഥിന് കേന്ദ്രമന്ത്രി സ്ഥാനം. അത് കഥയാണ്, നമുക്കറിയില്ല, അക്കാര്യത്തിലൊരു വ്യക്തതയില്ല. ഇനി മിലിന്ദ് ദിയോറയിലും ബാബ സിദ്ദിഖിയിലും വന്നാൽ, മിലിന്ദ് ദിയോറയ്ക്ക് എന്താ പ്രശ്നം? മുംബൈ സൗത്ത് ഉദ്ധവ് ഠാക്കറേക്ക് പോയി. മുംബൈ സൗത്തിൽ മിലിന്ദ് ദിയോറയേക്കാൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി നിലവിലുള്ള MP ഉണ്ട്, അവിടെ സിറ്റിംഗ് MP ഉണ്ട്. അത് ഉദ്ധവ് ഠാക്കറയുടെ ശിവസേനയുടെ ആ സീറ്റ് അവർക്ക് പോയി. അപ്പോൾ പിന്നെ മിലിന്ദ് ദിയോർ കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല, മിലിന്ദ് ദിയോർ ഇറങ്ങി. എന്നിട്ട് രാജ്യസഭ ചോദിച്ചു. പിന്നെ രണ്ടാമത് ബാബ സിദ്ദിഖിനെതിരെ കേസുള്ള ബാബ സിദ്ദിഖി സ്വാഭാവികമായിട്ടും പോവും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം. പിന്നെയുള്ളത് ഇവർ രണ്ടുപേരുമാണ്. അശോക് ചവാൻ്റെ കാര്യം നേരത്തെ ഉണ്ണി വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും ഇത്തരം താപ്പാനകൾക്ക് വഴങ്ങുന്നില്ല എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. രാഹുൽ ഗാന്ധി അത് ഗുണത്തിന് വേണ്ടിയാണെങ്കിലും ദോഷത്തിന് വേണ്ടിയാണെങ്കിലും രാഷ്ട്രീയത്തിലൊരു മാറ്റം വരുത്താൻ അത്തരം കാര്യങ്ങൾ വളരെ ഗുണകരമാകുമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇവർക്ക് രാജ്യസഭ കിട്ടിയാൽ, BJP പോയാൽ ഒരൊറ്റ ടേമല്ലേ കിട്ടുള്ളൂ. അവരുടെ പൊളിറ്റിക്കൽ ലെഗസി പോയി കഴിഞ്ഞു. അവരുടെ കുടുംബത്തിൻ്റെ ഇനി തുടർച്ചയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, എന്താ അവസ്ഥയായിരിക്കും അതിനകത്ത് എന്നുള്ളതാണ്. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിലുള്ള ഇനിയിപ്പം ഈ റായ്ബറേലിയും അമേഠിയും, അവിടെയൊക്കെ എന്തൊക്കെ പൊളിറ്റിക്കൽ ചേൺ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വരാനുള്ള ദിവസങ്ങളിൽ അറിയാം. സുജയ, ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതിൽ കോൺഗ്രസിൽ കൂടുമാറ്റമോ എന്ന ചോദ്യത്തിന് ആദ്യത്തെ ഉത്തരം നമ്മൾ ഇന്ന് കാണുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ്. കൂടുമാറ്റം, ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് കൂടുമാറുകയാണ് സോണിയാഗാന്ധിക്ക് പോലും ജയിക്കുമെന്ന് ഒരു ഉറപ്പില്ല എങ്കിൽ പിന്നെ മറ്റ് അശോക് ചവാൻ അടക്കമുള്ള നേതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അപ്പോൾ ചുവരെഴുത്ത് എന്താണെന്ന് സോണിയാഗാന്ധിക്ക് ബോധ്യപ്പെട്ടു. ആ ചുവരെഴുത്ത് നരേന്ദ്രമോദിക്ക് അനുകൂലമാണ്. അപ്പോൾ അധികാരത്തിലേക്ക് NDA മൂന്നാം വട്ടവും വരാൻ പോകുന്നു എന്നുള്ളത് കോൺഗ്രസിനും കോൺഗ്രസിനുള്ളിലെ നേതാക്കൾക്കും
പൂർണ്ണമായും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഭാരത് ജോഡോ ന്യായ യാത്ര വലിയ കൊട്ടിക്കലാശത്തിലേക്ക് പോകും. മുംബൈയിലേക്ക് ചെന്ന് ഇത് അവസാനിക്കുമ്പോഴേക്കും മണിപ്പൂർ മുതൽ മുംബൈ വരെ വലിയ സംഭവമായി മാറും. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ജനവിധി തന്നെ തിരുത്തി എഴുതുന്ന തരത്തിലായിരിക്കും ആ യാത്ര പുരോഗമിക്കുക എന്നൊക്കെയാണ് ചർച്ച ചെയ്തതും വിലയിരുത്തിയതുമൊക്കെ. പക്ഷേ ആ വിലയിരുത്തലുകൾ ഓരോ സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞാൻ ആ ഘട്ടത്തിൽ തന്നെ മീഡിയ എഡിറ്റേഴ്സിൽ അത് സൂചിപ്പിച്ചിരുന്നു. ബംഗാളിൽ ചെന്നപ്പോൾ മമതയുടെ നീക്കം നമ്മൾ കാണുന്നു. ബീഹാറിൽ ഇപ്പോൾ ഇന്ന് നിതീഷ് കുമാർ ഫ്ലോർ ടെസ്റ്റ് പാസ്സായ ദിവസമാണ്. പലതരത്തിൽ അതായത് RJDയുടെ കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് RJD കളിച്ചിട്ടും നേടിയതും വിജയിച്ചതും നിതീഷ് കുമാറാണ്. കൃത്യമായി ഫ്ലോർ ടെസ്റ്റ് പാസ്സായിരിക്കുന്നു. വ്യക്തമായ മാൻഡേറ്റ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ സോണിയാഗാന്ധി റായ്ബറേലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ആരോഗ്യ കാരണങ്ങളും 77 വയസ്സെന്നുള്ള പ്രായവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് സീറ്റ് ഒഴിഞ്ഞു എന്ന് പറയുമ്പോഴും അവിടെ BJPയുടെയും NDAയുടെയും പ്രധാന ആരോപണം ഈ കുടുംബാധിപത്യമാണല്ലോ. അമ്മയൊഴിയുമ്പോൾ മകൾ പ്രിയങ്ക ഗാന്ധിക്ക് വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനുള്ളിൽ മറ്റ് കാൻഡിഡേറ്റ്സ് ഇല്ലാതിരുന്നിട്ടാണോ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗത്തിനായി അമ്മയുടെ സീറ്റ് മകൾക്ക്? അങ്ങനെയുള്ള ഈ കൈമാറ്റം അതാണ് കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആരോപണത്തിന് ബലം പകരുന്നത് തന്നെയാണ് ഇന്നത്തെ ഇപ്പോൾ വന്നിരിക്കുന്ന സൂചനകളാണെങ്കിലും. അതൊരു അനൗൺസ്മെന്റിലേക്ക് എത്താൻ ഇനി അധികം താമസമില്ല. കാരണം 15-ാം തീയതിയാണ് രാജ്യസഭയിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ തീരുമാനം നാളെയോ മറ്റന്നാളോ ഉറപ്പായും വരേണ്ടിയിരിക്കുന്നു. അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി അമേഠിയിൽ സ്മൃതി ഇറാനി നിലംപരിശാക്കിയതാണ്. അപ്പോൾ സ്മൃതി ഇറാനിക്കെതിരെ ഇത്തവണ അമേഠിയും ഇതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഒരു സ്ട്രോങ് ബാസ്റ്റൺ ആയിരുന്നല്ലോ. അവിടെ ഇത്തവണ കോൺഗ്രസ് മത്സരിപ്പിക്കാൻ പോകുന്നത് ആരെയാണ്? അതേക്കുറിച്ച് ഒരു ചിന്ത പോലും അല്ലെങ്കിൽ ഒരു ചർച്ച പോലും കോൺഗ്രസിൽ കാര്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ്. അത് സംബന്ധിച്ചുള്ള ഒരു വാർത്ത പോലും പുറത്തേക്ക് വരുന്നുമില്ല. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് നമ്മൾ ഏതൊക്കെ തരത്തിൽ നോക്കിയാലും ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും കോൺഗ്രസിന് കനത്ത തിരിച്ചടി തന്നെയാണ് സംഭവിക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നത് BJP നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. അതിനായിട്ടുള്ള കൃത്യമായ ആസൂത്രിതമായ നീക്കങ്ങളാണ് അവർ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിന് ഇനിയും മനസ്സിലായില്ലെങ്കിൽ വലിയ വില തന്നെ നൽകേണ്ടി വരും. ഓരോ ഇടത്തായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ ഇൻറോഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ്. ഓരോ മേഖലയിൽ നിന്നുള്ള നേതാക്കളെയാണ് അടർത്തിയെടുക്കുന്നത്. അശോക് ചവാനെ അടർത്തിയെടുക്കുന്നത്. അശോക് ചവാൻ കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്വം രാജിവെക്കുന്നു, MLA സ്ഥാനം ഞാൻ രാജിവെച്ചിരിക്കുന്നു, സ്പീക്കറെ അറിയിക്കുന്നതൊക്കെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് 1-2 ദിവസം കൊണ്ട് വന്ന തീരുമാനമൊന്നുമല്ല. ഈ നാന്ദഡ് ഭോക്കർ അവിടുത്തെ MLA ആണ്. നാന്ദഡ് അടങ്ങുന്ന മഹാരാഷ്ട്രയുടെ മേഖല, ആ മേഖലയിൽ അശോക് ചവാന് എത്രത്തോളം ഇൻറോഡ്സ് ഉണ്ടാക്കാൻ കഴിയും അല്ലെങ്കിൽ അശോക് ചവാനെ ഉപയോഗിക്കാൻ കഴിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദേവേന്ദ്ര ഫട്നാവിസ് അങ്ങനെയൊരു നീക്കം നടത്തിയത്. അതിനായുള്ള കൂടിയാലോചനകൾ നദ്ദയുടെയും അമിത്ഷായുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കൾമിനേഷനാണ് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന രാജി. ഇതിൽ കോൺഗ്രസിന് പറ്റിയ വലിയൊരു അബദ്ധമുണ്ട്. ഒരുപാട് പേർ കേരളത്തിലെ അടക്കം പ്രമുഖരായ നേതാക്കൾ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ സ്ഥിരാംഗത്വം ആഗ്രഹിച്ചിരുന്നു. അശോക് ചവാനെ 6 മാസം മുൻപ് നടന്ന പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തിയത് കോൺഗ്രസ് പ്രവർത്തക സമിതിയിലാണ്. അതാണ് തീരുമാനമെടുക്കലിലെ കോൺഗ്രസിന്റെ ഒരു ശേഷിക്കുറവ് വ്യക്തമാക്കുന്നത്. അശോക് ചവാൻ ഈ ചർച്ചകളൊന്നും തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. അതൊന്നും തിരിച്ചറിയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്തു? അവർ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് പുനഃസംഘടനയിൽ അശോക് ചവാനെ ഉൾപ്പെടുത്തുന്നു. 1 മാസത്തിനിടയിലാണ് നമ്മളിപ്പോൾ നേരത്തെ പരാമർശിച്ച 3 പേരുകളും 1 മാസത്തിനിടയിലാണ് 3 പ്രമുഖരായ നേതാക്കൾ ഇവിടെ നിന്ന് വിടുന്നത്. അത് NDAയുടെ ക്യാമ്പിലേക്കാണ് പോകുന്നത്. നേരിട്ട് BJPയിലേക്കല്ല 2 നേതാക്കളും പോയിരിക്കുന്നത്. മിലിന്ദ് ദിയോറ ശിവസേനയിലേക്കാണ് പോകുന്നത്. ബാബ സിദ്ദിഖി മുൻ മന്ത്രിയാണ് അദ്ദേഹം. ബാബ സിദ്ദിഖി പോകുന്നത് അജിത് പവാറിന്റെ NCPയിലേക്കാണ്. അതായത് NDAയുടെ 2 ഘടകകക്ഷികൾ. അപ്പോൾ നേരിട്ട് ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം ചേരുകയല്ല. ഇപ്പോൾ ഇദ്ദേഹവും അശോക് ചവാനും എടുക്കാൻ പോകുന്ന തീരുമാനം നെക്സ്റ്റ് 48 അവേഴ്സിനുള്ളിൽ എൻ്റെ തീരുമാനം ഞാൻ പറയാമെന്നാണ് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ചവാൻ പറയുന്നത്. ആ തീരുമാനം BJPയിലേക്ക് നേരിട്ട് പോകാനാണോ അതോ മറ്റ് മുൻഗാമികളായ 2 പേർ ബാബ സിദ്ദിഖിയും മിലിന്ദും ചെയ്തതുപോലെ ശിവസേന ഓർ അജിത് പവാറിന്റെ NCP ഇതിലേത് ഓപ്ഷനാണ് സ്വീകരിക്കുക എന്നതാണ് അറിയേണ്ടത്. ജയറാം രമേശ് പറഞ്ഞതുപോലെ വഞ്ചകർ പാർട്ടി വിട്ട് പോവുകയാണ്, അങ്ങനെ പറഞ്ഞു ന്യായീകരിക്കാനിരുന്നിട്ട് എന്താണ് കാര്യം? ഓരോരുത്തരായി കൂട് വിട്ട് പോകുന്നു എന്നുള്ളത് പാർട്ടി തിരിച്ചറിയണം. അത് ആ കൂട് ഒഴിയുകയാണ്, അല്ലെങ്കിൽ കൂട്ടിലാരും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. നേരത്തെ ആദർശ് ഹൗസിംഗ് സൊസൈറ്റി കുംഭകോണത്തെക്കുറിച്ചൊക്കെ ഉണ്ണി സാർ ഇവിടെ പറഞ്ഞു. അതിനുശേഷം ഉണ്ടായിട്ടുള്ള വർഷങ്ങൾ 2008-2010 കാലഘട്ടത്തിലാണ് ഈ ആദർശ് ഹൗസിംഗ് സൊസൈറ്റി കുംഭകോണം ഉണ്ടാകുന്നത്. അതിനുശേഷം 14 വർഷമായി ഉണ്ണി സാർ. ആ 14 വർഷത്തിനിടയിൽ എന്തുകൊണ്ടാണ് അശോക് ചവാൻ ഈ മാറിക്കൊണ്ടിരിക്കുകയാണ്, ആ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഒന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോയി എന്നുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ തകർക്കാനായി കോൺഗ്രസ് തന്നെ ഇയാളെ വളർത്തിക്കൊണ്ട് വരികയാണ് എന്നുള്ളത് കോൺഗ്രസ് തിരിച്ചറിയേണ്ടതായിരുന്നു. പിന്നെ നമുക്ക് മധ്യപ്രദേശിലേക്ക് വന്നാൽ, മധ്യപ്രദേശിൽ കമൽനാഥ് കോൺഗ്രസ്
BJP-ക്കെതിരെ മൃദു ഹിന്ദുത്വയുമായി അല്ലെങ്കിൽ BJP-യേക്കാൾ വലിയ ഹിന്ദുത്വയിലേക്ക് വഴിമാറിക്കൊണ്ട് ശിലകൾ കൊടുക്കുന്നു. കമൽനാഥ് അവിടുത്തെ റാലി ക്യാൻസൽ ചെയ്യുന്നു. ഇന്ത്യ മുന്നണിയെ തകർക്കാനായി കമൽനാഥിനെ ഒരുപക്ഷെ NDA ഉപയോഗിക്കുകയായിരുന്നില്ല എന്ന് ആര് കണ്ടു? കാരണം ഇന്ത്യ മുന്നണിയെ ശിഥിലീകരിക്കുന്ന തരത്തിലാണ് ഭോപ്പാൽ റാലി ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള കമൽനാഥിന്റെ പ്രഖ്യാപനം വരുന്നത്. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിൽ തോറ്റമ്പുകയായിരുന്നു കോൺഗ്രസ്. ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ കമൽനാഥോ സംഘമോ ശ്രമിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. അതായത് മുന്നിൽ നിന്ന് ഞാൻ നയിക്കുന്നുണ്ട്, എല്ലാ തീരുമാനവും ഞാൻ എടുത്തോളാം എന്ന് പറയുന്ന കമൽനാഥും മകനും ഒക്കെ ഇപ്പോൾ NDA പാളയത്തിലേക്ക് പോകുന്നു എന്നതിന്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞ നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി അവരപ്പോൾ അധ്വാനിച്ചിരുന്നോ അതോ മത്സരം വിട്ടുകൊടുക്കുകയായിരുന്നു? അത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് BJP മധ്യപ്രദേശിൽ പോയതിന്റെ ഒരു കാരണം ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടിയാണോ എന്നത് കോൺഗ്രസ് ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കമൽനാഥ്, മകൻ ലോക്സഭാ MP നകുൽനാഥ്, ഒപ്പം രാജ്യസഭാ MP വിവേക് തൻഖയും ഇവർ മൂന്നുപേരും BJP-യിലേക്ക് പോകുന്നതിനായുള്ള ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. അതിൽ മകന് ചിന്ദ്വാര ലോക്സഭാ സീറ്റ് തന്നെ കൊടുക്കാം, അതുപോലെ തന്നെ മൂന്നാം NDA സർക്കാരിൽ മന്ത്രിസ്ഥാനം കൊടുക്കാമെന്നുള്ള വാഗ്ദാനമൊക്കെ വന്നു എന്നാണ് കേൾക്കുന്നത്. അക്കാര്യത്തിനും ഉടനെ തന്നെ ഒരു കൺഫർമേഷനിലേക്ക് വരും. കാരണം നാളെ കമൽനാഥ് കോൺഗ്രസ് MLA-മാരെ ഒരു ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്, ഒരു അത്താഴ വിരുന്നിന് വിളിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലേക്ക് ഭാരത് ജോഡോ ന്യായ യാത്ര എത്തിച്ചേരുന്നത് മാർച്ച് മാസം 3-ാം തീയതിയാണ്, അടുത്ത മാസം 3-ാം തീയതി. അപ്പോഴേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തും. എല്ലായിടങ്ങളിലും പയറ്റിയ തന്ത്രം അതുതന്നെയാണ്. അത് നമ്മൾ ഓരോയിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ബീഹാറിൽ കണ്ടു, ബംഗാളിൽ കണ്ടു, അതുപോലെ തന്നെ ജാർഖണ്ഡിൽ നടത്താൻ നോക്കി. ഒരു നേരിയ തലനാരിഴയ്ക്കാണ് അതിൽ ഒരു ചെറിയ പാളിച്ച ഉണ്ടായത്. അപ്പോൾ കമൽനാഥിന് കോൺഗ്രസ് രാജ്യസഭാ സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് ഡൽഹി കൂടിക്കാഴ്ചകളിൽ തീരുമാനമായതാണ്. കാരണം കമൽനാഥ് ഇപ്പോൾ MLA ആണ്. മാത്രമല്ല കോൺഗ്രസിന് ഒരു സീറ്റിലെ ജയിക്കാൻ കഴിയൂ. മധ്യപ്രദേശിൽ 5 സീറ്റുകളിലാണ് ഒഴിവ് വരുന്നത്. അതിൽ 4 BJP-ക്ക് ജയിക്കാം, 1 കോൺഗ്രസിനും ജയിക്കാം. അപ്പോൾ ആ സീറ്റ് എന്തായാലും കൊടുക്കുന്നില്ല കമൽനാഥിന്. അവിടെ പരിഗണിക്കാൻ പോകുന്നത് ഒന്നുകിൽ ഒരു ദളിത് നേതാവിനെ അല്ലെങ്കിൽ ഒരു OBC നേതാവിനെ ആയിരിക്കും എന്നുള്ളതാണ് മധ്യപ്രദേശിലെ കോൺഗ്രസ് പാർട്ടി തന്നെ പറയുന്നത്. കാരണം ജിത്തു പട്വാരിയാണ് ഇപ്പോൾ കമൽനാഥ് മാറിയ സ്ഥാനത്ത് അവിടെ PCC അധ്യക്ഷനായി ഇരിക്കുന്നത് മധ്യപ്രദേശിൽ. അപ്പോൾ ജിത്തു പട്വാരിയുടെ ടേക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജിത്തു പട്വാരിയുടെ ചോയ്സ് എന്ന് പറയുന്നത് ഒരു ദളിത് അല്ലെങ്കിൽ ഒരു OBC, അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ രാജ്യസഭയിലേക്ക് വിടണം എന്നുള്ളതാണ്. അപ്പോൾ കമൽനാഥിന് അവിടെ സാധ്യതകൾ എന്ന് പറയുന്നത് 0 ആണെന്നുള്ളത് കമൽനാഥ് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അശോക് ചവാന്റെ ഒരു വാചകം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അശോക് ചവാനോട് ഇന്ന് പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം അവസാനമായി പറഞ്ഞത്, ബട്ട് നൗ ഐ ഫീൽ ഇറ്റ്സ് ടൈം ടു എക്സ്പ്ലോർ അതർ ഓപ്ഷൻസ്. മറ്റ് ഓപ്ഷൻസ് പരിഗണിക്കേണ്ട സമയമായി. ആ മറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കൂട് വിട്ട് കൂട് മാറാതെ തനിക്കിനി ഒന്നും കിട്ടാനില്ല, കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ ഇനി എന്ത് കിട്ടാനാണ്, അത് തിരിച്ചറിയുകയാണ് നേതാക്കൾ. അപ്പോൾ അശോക് ചവാൻ എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. അവിടെയാണ് ദേവേന്ദ്ര ഫട്നവിസ് ഉപമുഖ്യമന്ത്രി BJP നേതാവ് പറയുന്നത്, ആകെ ദേഖോ ഹോത്താ ഹേ ക്യാ കിട്ടൽ മാത്രമായി മാറിയിരിക്കുന്നു. പറയട്ടെ മാഡം, ഞാൻ പൂർത്തിയാക്കട്ടെ. അപ്പോൾ ഇന്ന് ദേവേന്ദ്ര ഫട്നവിസ് പറഞ്ഞത് ആകെ ദേഖോ ഹോത്താ ഹേ ക്യാ, എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അൺഫോൾഡ് ചെയ്യാൻ, വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് കാണാം. അതിൻ്റെ അർത്ഥം കൃത്യമായിട്ടുള്ള കൂടിയാലോചനകളും ഒക്കെ അവിടെ പല നേതാക്കളുമായി നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. മഹാരാഷ്ട്രയുടെ ചുമതല AICC ചുമതല രമേശ് ചെന്നിത്തലയ്ക്കാണ്. രമേശ് ചെന്നിത്തല നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മുതിർന്ന നേതാക്കളുടെ ഒരു യോഗം അവിടെ വിളിച്ചിട്ടുണ്ട്, മഹാരാഷ്ട്രയെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ MLA-മാരെയും വിളിപ്പിച്ചിട്ടുണ്ട്. നാനാ പട്ടോളെ ദില്ലിയിലാണ് ഇപ്പോൾ. നാനാ പട്ടോളയ്ക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് AICC എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മാഡം നേരത്തെ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ്, അതിനൊരു ലോയൽറ്റി വേണ്ടേ മാഡം, ഒരു ഐഡിയോളജിക്കൽ കമ്മിറ്റ്മെന്റ് വേണ്ടേ? അത് BJP-യിലുണ്ട്, പക്ഷേ കോൺഗ്രസിൽ BJP-യിൽ ഐഡിയോളജി ഉണ്ട്. നമുക്ക് BJP ഭയപ്പെട്ട് നിൽക്കുകയാണ് എന്ന് ഈ ഘട്ടത്തിലും പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. 2 സംസ്ഥാനങ്ങൾ വളരെ ക്രൂഷ്യലാണ്, ബീഹാറും മഹാരാഷ്ട്രയും. ഈ ബീഹാറിലും മഹാരാഷ്ട്രയിലും ഇപ്പോൾ കാലുമാറ്റം, നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ BJPക്ക് ഒരു കമ്മിറ്റിയുണ്ട്, ഓരോ മേഖലയ്ക്കും കമ്മിറ്റിയുണ്ട്. കേരളത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളെ പോലും നമുക്കറിയാം എന്നുള്ളതാണ്. അവർ പല നേതാക്കളുമായിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ അയോധ്യ മാത്രം പോരാ. നോക്കൂ, അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 2 സംസ്ഥാനങ്ങൾ ഇപ്പോഴും ക്രൂഷ്യലായി നിൽക്കുന്നു എന്നുള്ളതാണ്. നിതീഷ് കുമാറിനെ അടർത്തിയെടുക്കുന്നതിലൂടെ സ്വാഭാവികമായും ബീഹാറിലൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി അടുത്തത് മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 2 പാർട്ടികളെ പിളർത്തി കഴിഞ്ഞിരിക്കുന്നു. ഒന്ന് NCPയെ പിളർത്തി, ഉദ്ധവ് ഠാക്കറെയെ പിളർത്തി, ശിവസേനയെ പിളർത്തി. ഈ 2 പാർട്ടികളുടെയും ചിഹ്നം എടുത്തുകൊണ്ടുപോയി. നോക്കൂ, പിളർത്തുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് ഇപ്പോൾ ശരത് പവാറിൻ്റെതല്ല ഇപ്പോൾ യഥാർത്ഥ NCP, ബാൽ ഠാക്കറെയുടെ മകൻ ഉദ്ധവ് ഠാക്കറയുടേതല്ല ഇപ്പോൾ യഥാർത്ഥ ശിവസേന. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുവാകാം. ഇന്നിപ്പോൾ ശിവസേന പ്രതികരിച്ചിട്ടുള്ളത് അതാണ്. ഇനിയിപ്പോൾ ഈ അശോക്
ചവാൻ്റെ കൂടെ ചിഹ്നം കൂടി BJP അങ്ങോട്ടേക്ക് എടുക്കുമെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ചിഹ്നം കൂടി അങ്ങോട്ടേക്ക് എടുക്കുമെന്നുള്ള, കാരണം ഇന്ത്യയിൽ ഇന്ന് എന്തും നടക്കും എന്നുള്ള അവസ്ഥയാണ് എന്നുള്ളതാണ്. ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ കൂറുമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ BJP ഇപ്പോഴും കേവല ഭൂരിപക്ഷം ഉറപ്പിക്കുന്നില്ല എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാഥാർത്ഥ്യം എന്താണ്, ഇപ്പോൾ 400 സീറ്റും നേടും എന്നൊക്കെ പറയുമ്പോഴും യാഥാർത്ഥ്യം എന്താണ് എന്ന കാര്യം BJPക്ക് നല്ല ഉറപ്പുണ്ടെന്നുള്ളതാണ്. നേരത്തെ സുജിയ പറഞ്ഞു സോണിയാഗാന്ധിക്ക് ജയിക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണെന്നോ. അത് പറയുമ്പോൾ തന്നെ സുജിയക്ക് അറിയാം അതല്ല യാഥാർത്ഥ്യമെന്ന്. നമുക്ക് സോണിയാഗാന്ധി ദീർഘകാലമായി ചികിത്സയിലാണ്. അമേരിക്ക പോലെ വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സ നടത്തുകയാണ്. ഒരു ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആരോഗ്യം സോണിയാഗാന്ധിക്കില്ല. അതുകൊണ്ടാണല്ലോ അവർ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയത്. മാറിക്കഴിഞ്ഞതിന് ശേഷവും പല തവണ അവരോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും അവർക്കതിന് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സോണിയാഗാന്ധി തോക്കുമെന്ന് വിചാരിക്കുന്ന ഒരു മണ്ഡലത്തിലേക്ക് പ്രിയങ്കാ ഗാന്ധിയെ ആക്കില്ല. അതിനേക്കാൾ ഉപരിയായി അതിനേക്കാൾ ഉപരിയായിട്ട് ജൻപത് 10 അവർക്ക് നോക്കൂ, നമ്മളെപ്പോലെ പോയി ഒരു വാടക വീടെടുത്ത് താമസിക്കാൻ കഴിയുന്ന ആളല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ നെഹ്റു ഗാന്ധി കുടുംബത്തിനെ കുറിച്ചൊക്കെ നമുക്ക് പല പരാതികളുണ്ട്. അവർ ഈ പറയുന്ന പോലെ കുടുംബാധിപത്യം എന്നൊക്കെ നമുക്ക് ആക്ഷേപം ഉന്നയിക്കാം. പക്ഷേ ആ കുടുംബത്തിലെ ഇന്ദിരാഗാന്ധിയെ രാജീവ് ഗാന്ധിയെ നമുക്ക് രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ളത്. അവർക്ക് പോയി ഒരു വാടക വീടൊന്നും എടുത്ത് താമസിക്കാൻ കഴിയില്ല. രക്തസാക്ഷികളുള്ള കുടുംബം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ബംഗ്ലോ ആവശ്യമാണ്. അതിന് എന്ന് വെച്ചാൽ സുരക്ഷ നൽകാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബംഗ്ലാവ് ആവശ്യം. SPG ഒന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ SPG ഇല്ലെങ്കിൽ പോലും സുരക്ഷ നൽകാൻ കഴിയുന്ന ഒരു വീട് അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് അവർ രാജ്യസഭയിലേക്ക് പോകുന്നത്. അല്ലാതെ അവർക്ക് അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ആരോടാണ് നിങ്ങൾ പറയുന്നത്? സോണിയാഗാന്ധിയോടോ? 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം കയ്യിൽ വെച്ചു കൊടുത്തപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ ആളാണ് സോണിയാഗാന്ധി. അങ്ങനെയുള്ള സോണിയാഗാന്ധിക്ക് ഈ പറയുന്ന അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള താല്പര്യം എന്നൊക്കെ പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഈ കുടുംബാധിപത്യത്തെക്കുറിച്ച് BJPയുടെ ഒരു ക്ലാസ്സേ, അത് ഭയങ്കര ക്ലാസ്സാണ്. അതായത് തൊട്ടടുത്ത സംസ്ഥാനമാണ് കർണാടകം. യെദ്യൂരപ്പ അവിടെ നിന്ന് വിട്ടപ്പോൾ യെദ്യൂരപ്പയെ അനുനയിപ്പിക്കാൻ വേണ്ടി യെദ്യൂരപ്പയുടെ മകനെ പിടിച്ചിട്ടാണ് അവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. അവർ ഘടകകക്ഷിയാക്കി കൂട്ടിയിരിക്കുന്ന ആരെയാണെന്നറിയാമോ? ജനതാദൾ എസിനെ. അതിനകത്തുള്ള എല്ലാ കുടുംബക്കാർക്കും വേണ്ടിയിട്ടാണ് അവിടെ അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത്. എല്ലാവർക്കും ഓരോ ചിഹ്നം കൊടുത്തിട്ട് ഓരോ മണ്ഡലത്തിലേക്ക് അയക്കുന്ന പാർട്ടിയാണ് ഇപ്പം ഒപ്പം കൂട്ടിയിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ വല്ല മാത്യു ടി തോമസിനൊക്കെ കൊടുക്കും. ഇവിടെ ഒന്നും സ്ഥാനാർത്ഥി നിർത്താൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ കുറേ അളിയന്മാരും മക്കളൊക്കെ വേറെ ഉണ്ട്. ഇവിടെ പറ്റാത്തതുകൊണ്ടാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഈ നോക്കൂ, അതെ എൻ്റെ സമയം അതിക്രമിച്ചു വിഷയത്തിലേക്ക് പോകണം. ഇത്രേ ഉള്ളൂ. നോക്കൂ, ഇവരെയൊക്കെ ഇപ്പോൾ കമൽനാഥിനെ അല്ലെങ്കിൽ അശോക് ചവാനെ, ഈ പറയുന്ന പോലെ കിരൺകുമാർ റെഡ്ഡിയെ, ഇവരെയൊക്കെ BJP സ്വാംശീകരിക്കുന്നത് BJPയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമല്ല. അതിനേക്കാളും വലിയൊരു തന്ത്രം എന്ന് പറയുന്നത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്നതിന് പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു മാർഗ്ഗമാണ് ഈ പറയുന്ന, ഇപ്പം നമുക്ക് നോക്കൂ, ഇപ്പം നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ ഈ പൊളിറ്റിക്കൽ ലെഗസിയൊക്കെ ഉപേക്ഷിച്ച് ഇവർ ഈ കിട്ടുന്നൊരു സാധനത്തിന് വേണ്ടി ഇപ്പോൾ പോകുന്നു. അപ്പോൾ ഒരു രാജ്യസഭാ സീറ്റ് കൊടുക്കും, മുഖ്യമന്ത്രി അല്ല ഒരു ചിലപ്പം മകന്, ഇപ്പം ഈ പറയുന്ന കമൽനാഥിൻ്റെ മകനൊരു മന്ത്രിസ്ഥാനം കൊടുത്തുകൊണ്ടിരിക്കും. 2 വർഷത്തേക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ ഇല്ല BJPക്ക് അറിയാം പിന്നെ ആ കോൺസ്റ്റിറ്റ്യുവൻസി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ആ ആളുകളെ എങ്ങനെയാണ് പിടിക്കേണ്ടത് എന്നുള്ളത്. അതായത് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നൊരു തന്ത്രത്തിൻ്റെ മാത്രം പിന്നെ ഒരു കരുനീക്കമല്ല ഇത്. മറിച്ച് കോൺഗ്രസിനെ എല്ലാ സ്ഥലങ്ങളിലും ദുർബലപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസിൻ്റെ ഓരോ പ്രദേശത്തെയും സ്വാധീനമുള്ള നേതാക്കളെ ചാക്കിലാക്കുക എന്നുള്ളതാണ്. അവരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് BJP ശക്തിപ്പെടുകയല്ല ചെയ്യുന്നത്. BJPക്ക് ഇപ്പം ഈ പറയുന്ന അശോക് ചവാൻ വരുന്ന വഴി, കമൽനാഥ് വരുന്ന വഴി BJP ഒരു വലിയ പാർട്ടിയാകുക എന്നുള്ളതല്ല. മറിച്ച് കമൽനാഥ്, അശോക് ചവാൻ, കിരൺകുമാർ റെഡ്ഡി, റീത്ത ബഹുഗുണ, ഹാർദിക് പട്ടേൽ, ഇങ്ങനെ ഓരോരുത്തരെയും, സച്ചിൻ പൈലറ്റ് പോലും ഒരു ഘട്ടത്തിൽ BJP ഒരു അടുത്തതല്ലേ. എന്തൊരു അപകടകരമായ സാഹചര്യമായിരുന്നു രാജസ്ഥാനിലുണ്ടായിരുന്നത്. സച്ചിൻ പൈലറ്റ് പോലും പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി കോൺഗ്രസിനെ പരിപൂർണമായും ദുർബലമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട, ഈ ആളെ പിടിക്കുന്നതിനകത്ത്. അതെ. ഇപ്പോൾ കോൺഗ്രസിൽ കൂടുമാറ്റമോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് 4 പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. Meet the editors.